ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മുടെ ചിന്തകളിലും നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും പത്രമാധ്യമങ്ങളിലൂടെ കടന്നു പോയാലും ഒക്കെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മളറിയാൻ ആഗ്രഹിക്കുന്നതും മുണ്ടക്കയിലെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കുറേ ആളുകൾ രക്ഷാപ്രവർത്തനമായിട്ട് മുന്നോട്ട് നടക്കുന്നു. നമുക്ക് ഒരേ സമയം വലിയ സങ്കടമുണ്ട്, അതിനോടൊപ്പം നമുക്കൊരു അഭിമാനവും കൂടിയുണ്ട്. നമ്മളൊരു രക്ഷാപ്രവർത്തനത്തിന് രാജ്യത്തിന് മുഴുവൻ മാതൃകയാവുന്ന തരത്തിൽ മാറുന്നു എന്നുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്, ഉരുൾപൊട്ടലാണ്. അപ്പോൾ തുടക്കത്തിലെ ഒരു ചർച്ച വന്നിരുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളത് ചിന്തിക്കണം. ആ റിപ്പോർട്ടും ഈ സംഭവമായിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലേക്കൊന്നും ചർച്ചകൾ പോകേണ്ടതില്ല, മഴ കൂടുതൽ ലഭിച്ചു, അത് ആഗോള തലത്തിലുണ്ടാകുന്ന പ്രകൃതിയുടെ മാറ്റമാണ്, അതിനങ്ങനെ മാത്രം കണ്ടാൽ മതി, വേറൊന്നും ചിന്തിക്കേണ്ട എന്നുള്ള രീതിയിൽ. ആൻഡ് അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയും കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, നിലവിൽ മുണ്ടക്കയിലുണ്ടായിരിക്കുന്ന ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. സന്തോഷ് അത് പഠിച്ചിട്ടുള്ള ഒരാളാണ്, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. നേരിട്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനുപരി ആദ്യം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഏതാണ്ട് 308 അതിലധികം ആളുകൾ കൊല്ലപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന പത്രത്തിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ചർച്ച ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ ഒരു വഴികാട്ടിയായി തീരുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരു വലിയ ഹോട്ട് ഡിസ്കഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലുണ്ടായി. പക്ഷേ അതിനുശേഷം വലിയ ഒരു ചർച്ച സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും 2 വാദഗതികളാണ് വന്നിട്ടുള്ളത്. നമുക്കിതിന് 2ആയിട്ട് തിരിക്കാം. ഇതിനെ എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന്, മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം മനുഷ്യൻ പരിസ്ഥിതിയിൽ ചെയ്ത കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ഈ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ് ഒരു കൂട്ടർ വാദിക്കുന്നത്. അവരാണ് ആദ്യമായി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുൻപോട്ട് വയ്ക്കുന്നത്. അവർ മുൻപോട്ട് പറയുന്നുണ്ട് പ്രകൃതി ചൂഷണമാണ്, കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം, അശാസ്ത്രീയമായ കൃഷി, വയനാട്ടിൽ ആകമാനം ഈ വെസ്റ്റേൺ ഘട്ടിൽ മുഴുവനായി നടത്തുന്ന റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, തടാകങ്ങളുടെ നിർമ്മാണം, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ മുൻപോട്ട് വെച്ചിട്ടാണ് അവരുടെ വാദഗതികളെ മുൻപോട്ട് വയ്ക്കുന്നത്. അതാണ് ഒരു വിഭാഗം ആർഗ്യുമെൻ്റ്, മുൻപോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻറ്റിൽ വാദഗതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇതിനെ അതേ തരത്തിൽ തന്നെ തടുത്തുകൊണ്ട് മുൻപോട്ട് വയ്ക്കുന്ന വാദഗതി, വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലും മനുഷ്യനിർമ്മിതിയുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്ന ഒന്നും തന്നെ കാണാനില്ല. നിരവധി ഉരുൾപൊട്ടലുകൾ വനത്തിൽ സംഭവിക്കുന്നുണ്ട്, പല പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യ സംസ്കാരം ഉണ്ടായ കാലം മുതൽ തന്നെ ഉരുൾപൊട്ടലും എർത്ത്ക്വേക്കും ഭൂകമ്പങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതും മനുഷ്യൻ്റെ പ്രവൃത്തിയുമായി കണക്ട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു പരിസ്ഥിതിവാദ മനോഭാവം, ഇന്നലെ ഉപയോഗിച്ചതുപോലെ തീവ്രവാദമെന്നോ പരിസ്ഥിതിവാദമെന്നോ ഒക്കെയുള്ള ഒരു വീക്ഷണമാണ് എന്നുള്ളതാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത്. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കാറുണ്ട്, മേഘവിസ്ഫോടനം സംഭവിക്കുന്നതിൻ്റെ അതാണ് ഒരു പ്രധാനപ്പെട്ട വാദഗതി. മേഘവിസ്ഫോടനം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കൂട്ടർ വാദിക്കുന്നത്. നല്ല തകൃതിയായി നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴൊക്കെ എല്ലായിടങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും പലയിടങ്ങളിലായും ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു നിലപാടെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ആശയം, ഇതിൻ്റെ കൃത്യമായ കാരണം ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ എത്രത്തോളം സാധ്യമാകുമെന്നും എനിക്ക് സംശയമുണ്ട്. കാരണം അതൊരു ഹ്യൂമൻ ഇന്നബിലിറ്റിയാണ്, മനുഷ്യൻ്റെ ഒരു കഴിവുകേടായിട്ട് തന്നെ. കാരണം കൃത്യം ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് ഒരിക്കലും കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ 2 കൂട്ടരും മുൻപോട്ട് വെക്കുന്ന വാദഗതികളിൽ ഒരു തരത്തിലുള്ള റിഡക്ഷനിസം എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. ലഘൂകരണം, മനുഷ്യനാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി, അല്ല പ്രകൃതിയാലുള്ളതാണിത് എന്നുള്ള മറ്റൊരു തരത്തിലുള്ള ലഘൂകരിക്കുക. എല്ലാം ഞാൻ പല യൂട്യൂബ് ചാനലുകളിലൊക്കെ ചർച്ച കാണുമ്പോൾ മനുഷ്യനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത തരത്തിലൊക്കെ സമർത്ഥിക്കുന്നതാണ്. അവർ പോലും അതിനുള്ള ഡേറ്റാബേസ് ഒന്നും വെച്ചുകൊണ്ടല്ല സത്യത്തിൽ മുൻപോട്ട് വയ്ക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള ചുരുക്കൽ ഒരു തരത്തിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു പോവുകയും നമുക്കൊരു സമാധാനം ലഭിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാരണം, പ്രകൃതി ഇങ്ങനെയാണ്, കുറേ പേര് മനുഷ്യർ ഇങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടാണെന്നുള്ളൊരു ലഘൂകരണത്തിലേക്ക്, ഒരു റിഡക്ഷനിസത്തിലേക്ക് പോകുന്നതായിട്ട്
കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ച അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷനും ഈ പ്രകൃതിയുടെ മാറ്റങ്ങളും ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾക്കും ഭൂകമ്പങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ടെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഒന്നാണെന്ന് പറഞ്ഞുള്ള കുറ്റപ്പെടുത്തലുകൾക്കുള്ള സമയമോ ആ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നാം എന്തെങ്കിലും നേടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കേണ്ടതാണ്. കൂടാതെ നാം ചർച്ച ചെയ്യാൻ പോകുന്ന മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ പ്രകൃതിയുമായി ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തിരിച്ചടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചൂട് കൂടുന്നതും കാലാവസ്ഥാ മാറ്റവും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ നിരന്തരം നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഇറ്റ് ഈസ് വിസിബിൾ. എല്ലാ ഇടങ്ങളിലും നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചർച്ച നമുക്ക് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നമ്മുടെ ചർച്ച ഇപ്പോൾ കൊണ്ടുപോകേണ്ടതുണ്ടെന്നുള്ളതാണ് എൻ്റെ വാദഗതി. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. മനുഷ്യൻ്റെ ഒരു ഇടപെടലില്ല എന്നുള്ളത് നമുക്ക് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു തരത്തിലും പ്രകൃതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പം മഴ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉയരം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ, അതായത് 2100 ആവുമ്പം കൊച്ചിയിലെ സുഭാഷ് പാർക്ക് അടക്കം മുങ്ങിപ്പോവും, ആ രീതിയിൽ വെള്ളം ഉയർന്നു വരുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഗ്ലോബലി മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ കൂടി ഒരു നെറ്റ് എഫക്റ്റ് കൂടിയാണത്. അതേ കാര്യം തന്നെ നമുക്കിപ്പം വയനാട്ടിലേക്ക് നോക്കിയാലും കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇതുവരെ വയനാട്ടിൽ യാതൊരു തരത്തിലുള്ള കയ്യേറ്റ പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല. ഈ ദുരന്തം ഉണ്ടായ അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായ ഇപ്പോൾ പുത്തുമല ദുരന്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള മനുഷ്യൻ്റെ കൈകടത്തലുകളും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു വാദം ഇല്ലാത്തടത്തോളം നമുക്ക് മനുഷ്യൻ്റെ പ്രവൃത്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ദുരന്തത്തിനെക്കുറിച്ച് അപഗ്രഥിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റില്ല. അപ്പോഴാണ് അവിടെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കടന്നു വരുന്നത്. ഈ വയനാട്ടിൽ എങ്ങനെയാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നമ്മൾ നോക്കി കാണുന്നത്? ഉണ്ണിയുടെ ചോദ്യത്തിന് ആൻസർ ഞാൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കാമെന്ന് കരുതുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിൻ്റെ മലയാള പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്, നമുക്കൊന്ന് ശ്രദ്ധിക്കാതെ. ഉത്കണ്ഠ ഉളവാക്കുന്ന പ്രശ്നങ്ങൾ. റോഡുകളും റെയിൽവേ ലൈനുകളുമെല്ലാം മനുഷ്യ ആവാസ കേന്ദ്രങ്ങളുടെ വികസനത്തിനും ഭൂമിയുടെ ഉപയോഗത്തിൽ മാറ്റം വരുത്താനും ഇടയാകും. ഗതാഗത പദ്ധതികളുടെ പ്രത്യക്ഷ ആഘാതത്തേക്കാൾ ഈ വികസനമാണ് പരിസ്ഥിതിക്ക് ഏറെ ദോഷകരം. ഗതാഗത അടിസ്ഥാന ഘടകങ്ങളുടെ വികസനം ആവാസ കേന്ദ്രങ്ങളെ കീറിമുറിക്കുകയും ജൈവ വൈവിധ്യ നഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്യുന്നതിനാൽ പരിസ്ഥിതിക്കും ജൈവ വൈവിധ്യ കലവറയ്ക്കും ഇത് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്നു. മലകളിലൂടെ കടന്നു പോകുന്ന റോഡുകൾക്ക് വേണ്ടി വൻതോതിൽ പാറ പൊട്ടിച്ച് മാറ്റേണ്ടി വരുന്നു. ഒരു പാരഗ്രാഫ്, നെക്സ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഇതുമൂലം പെട്ടെന്നുണ്ടാകുന്ന ശബ്ദശല്യത്തിനും മറ്റു പുറമെ പശ്ചിമഘട്ടത്തിൽ പലയിടത്തും സംഭവിച്ചതുപോലെ ശക്തമായ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നീലഗിരിയിലെ മേട്ടുപ്പാളയം ഊട്ടി റോഡിൽ കൂടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മലമുറിച്ച് കുത്തിയിറക്കമായി കടന്നു പോകുന്ന റോഡിലൂടെ മുറിച്ചു കിടക്കാൻ ആനയെപ്പോലെയുള്ള വലിയ മൃഗങ്ങൾക്ക് സാധ്യമല്ല. തന്മൂലം അവയുടെ സഞ്ചാരം അരുവികൾക്കും നദികൾക്കും സമീപത്തുകൂടെയുള്ള ഇടുങ്ങിയ വഴികളിലൂടെയാകും. ഇങ്ങനെ താഴോട്ടുണ്ട്. നമുക്കത് നമ്മുടെ ഈ ചർച്ചയിൽ അത് അത്ര പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഇതിനെക്കുറിച്ച് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ കൃത്യമായി ഒരു സെന്റൻസിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഉരുൾപൊട്ടൽ നിരന്തരം ഉണ്ടാവാനും മഴ മൂലം ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ച അല്ലെങ്കിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണെന്നുള്ളതാണ് നാം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി. യഥാർത്ഥത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് 2011 സബ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് അതിൻ്റെ ചെയർമാൻ. ആ കമ്മിറ്റി റിപ്പോർട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ശുപാർശകൾ മുൻപോട്ട് ശുപാർശ വെക്കുക, അതായത് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനുള്ള ശുപാർശകൾ മുൻപോട്ട് വയ്ക്കുകയും രണ്ടാം ഭാഗത്ത് അതിനോടനുബന്ധിച്ച് വേണ്ട കുറിപ്പുകൾ രേഖപ്പെടുത്തുകയുമാണ് രണ്ടാം ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപും കാലാകാലങ്ങളിലായി ഏതാണ്ട് 2011 മുൻപും നിരവധി വികസന പ്രവർത്തനങ്ങൾ, നിരവധി ഡാമുകൾ, ഏകവിളത്തോട്ടങ്ങൾ, അതായത് തേയിലയും കാപ്പിയും ഏലവും ഉള്ള ഏകവിള തോട്ടങ്ങളാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും പശ്ചിമഘട്ടത്തിൽ നടക്കുന്നുണ്ട്. 2011 ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതൊരു പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്ന് നാം മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവരെ നിയോഗിക്കുന്നത്. ഇവരുടെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് വന്നു. അപ്പോൾ തന്നെ നമ്മൾ പറയാം എന്താണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യമാണെന്ന്. നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമുള്ള ഒരു സാഹചര്യത്തിലൂടെ ആണെന്നുള്ള തിരിച്ചറിവ് ആദ്യം കൊണ്ടുവരുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. അതിന് മുമ്പ് പല ആർട്ടിക്കിൾ വരുന്നെങ്കിലും ഔദ്യോഗികമായി ഒരു നമ്മുടെ ഭരണത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ട് എന്ന തരത്തിൽ ഇത് മുൻപോട്ട് നമുക്ക് ആ തരത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. അതായത് ആദ്യം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എത്തി അതുവരെ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് പരിഗണിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം വിദേശ
ശക്തികൾ വന്ന കാലം മുതലേ നമ്മൾ ഈ പശ്ചിമഘട്ടത്തിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ കളക്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തേയിലത്തോട്ടങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഇവർ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഇതിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മുഴുവൻ അത് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഡിസ്കഷനിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ 3 മേഖലകളായി തിരിക്കുന്നുണ്ട്. പരിസ്ഥിതി ദുർബല മേഖലകൾ, ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ESZ 1, 2, 3 എന്ന് തിരിക്കുന്നു. ഇക്കോളജിക്കൽ അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബല മേഖലയായിട്ട് തിരിക്കുന്നു. കൂടാതെ പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും സർക്കാർ ഇതര സംഘടനകളിൽ നിന്നും സമിതിക്ക് ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളായി ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ലൊക്കേഷൻസ് എന്നും തിരിക്കുന്നുണ്ട്. അതായത് ഇവർ അങ്ങനെ അടയാളപ്പെടുത്തുകയാണ് ആദ്യം ഈ റിപ്പോർട്ടിൽ ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായും ഇവർ കുറേ നിർദ്ദേശങ്ങളാണ് മുൻപോട്ട് വയ്ക്കുന്നത്. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, മനുഷ്യൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ചില അതിന് തടുക്കുന്ന തരത്തിലുള്ള, ഇനി അങ്ങനെ ഉണ്ടാവാതെ ഇവയെ സംരക്ഷിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റി മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അവയാണ് വലിയ പ്രശ്നങ്ങൾക്കും വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കും ഒക്കെ വിധേയമായതും ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഹൈറേഞ്ചിൽ നിന്ന് തന്നെ, അതായത് ഇടുക്കിയിൽ നിന്ന് തന്നെ വേരോടെ പറിച്ചു മാറ്റാനൊക്കെ ഇടവന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ഈ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെയാണ് ഇത് ബാധിച്ചത്. അവർ മുൻപോട്ട് വെച്ച പ്രധാന മാർഗനിർദ്ദേശങ്ങൾ, ഈ പരിസ്ഥിതി ലോല പ്രദേശത്തുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഈ വനം അഥവാ കൃഷിഭൂമിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് അവർ പറഞ്ഞു. അതായത് ഇപ്പോൾ തന്നെ അത് സെൻസിറ്റീവാണ്, ആ ഏരിയ എക്കോളജിക്കലി ഫ്രജൈൽ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ അധിക മാറ്റങ്ങൾ, അതായത് ആ ഭൂമിയുടെ കിടപ്പിന് മാറ്റം വരുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും, അല്ലെങ്കിൽ ഈ കൃഷി, ഈ വനം, ഇതിനൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നാണ് ഒരു നിർദ്ദേശം മുൻപോട്ട്. റിപ്പോർട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ വനത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ സ്റ്റീല്, സിമെന്റ്, മണല് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കണം. പരിസ്ഥിതി സൗഹൃദമായ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമേ വീടുകളും നമ്മൾ മുൻപോട്ടുള്ള, എന്തായാലും മനുഷ്യന് താമസിക്കണം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ പാടുള്ളൂ എന്നാണ് മറ്റൊരു നിർദ്ദേശം. ഈ നിർദ്ദേശമാണ് ഈ ഒരുപാട് പേര് വളച്ചൊടിക്കുന്നത്. അതെ. കാരണം വീടേ പണിയരുത്, അപ്പൊ ഇനി ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി താമസിക്കും, നമുക്ക് ഇവിടെ സ്കൂൾ വേണ്ടേ, ഇവിടെ സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കെട്ടിടം വേണ്ടേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ സിമെന്റും സ്റ്റീലും ഇല്ലെങ്കിൽ നമുക്ക് പണി നടക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതൊക്കെയാണ് വലിയ തർക്കത്തിലേക്ക് വഴിതെളിച്ചതും ഞങ്ങളെ കുടിയിറക്കാൻ വേണ്ടിയുള്ളതാണെന്നൊക്കെ വാദഗതികൾ മുൻപോട്ട് വെച്ചതും. അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങളും വെള്ളക്കെട്ടുകളും നികത്താൻ പാടില്ല, വിദേശ സസ്യങ്ങളെ നടുകയും ചെയ്യുന്നത് ഉപേക്ഷിക്കണം. അടുത്ത ഒരു നിർദ്ദേശം, 5 വർഷത്തിനുള്ളിൽ, ഇത് 2011 റിപ്പോർട്ട് വരുന്നത്, 5 വർഷത്തിനുള്ളിൽ രാസകീടനാശിനികളുടെ ഉപയോഗം അവസാനിപ്പിക്കണം. ഇതും ഒരു വലിയ പ്രശ്നം ആളുകളെ സൃഷ്ടിച്ചു. കാരണം കർഷകർക്ക് എതിരാണെന്നുള്ള വാദഗതി വരുന്ന ഒരു ആർഗ്യുമെൻ്റാണ് ഇത്. അടുത്ത, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യൂക്കാലിപ്റ്റ് പോലെയുള്ള വിദേശ ഏകവിള തോട്ടങ്ങൾ പാടില്ല. പിന്നെ കീടനാശിനികൾ, കളനാശിനികൾ പ്രയോഗിക്കാൻ പാടില്ല. കാർഷിക മേഖലയുടെ പ്രധാന ഭാഗമാണ് വയനാടും ഈ പറഞ്ഞ ഇടുക്കിയും ഒക്കെ പ്രദേശങ്ങൾ. അവിടെ ഇത് പാടില്ലെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു ആശങ്ക അവർക്കുണ്ടാവും. അതിനെ നമുക്ക് പഴി പറയാൻ പറ്റില്ല. പക്ഷെ ഈ നിർദ്ദേശം ഇതിലുണ്ട്. ഖനനം പൂർണ്ണമായും അവസാനിപ്പിക്കണം. നിരവധി കരിങ്കൽ ക്വാറികളാണ് വയനാട്ടിലും ഇടുക്കിയിലും നടന്നാൽ ഏതാണ്ട് അണ്ണാറക്കണ്ണൻ തുറന്നു വെച്ച മലകൾ പോലെ എത്ര മലകളാണ് ഇല്ലാതായിരിക്കുന്നത്. പുതിയ റെയിൽവേ ലൈനോ റോഡുകളോ പാടില്ല. അവ വേണമെങ്കിൽ, പുതിയ റോഡുകളൊക്കെ വേണമെങ്കിൽ കടുത്ത സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണം. അതായത് ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള അവിടുത്തെ തദ്ദേശീയരുമായി ചർച്ച ചെയ്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കാത്ത തരത്തിൽ റോഡ് നിർമ്മാണമൊക്കെ പാടുള്ളൂ എന്നുമാണ് ചുരുക്കത്തിൽ ഈ കമ്മിറ്റി മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ കൃഷിക്ക് വേണ്ടി നിലം മാറ്റാൻ പാടില്ല, കെട്ടിട നിർമ്മാണം സ്റ്റീലും സിമെൻറ്റും മണലും ഉപയോഗിക്കാൻ പാടില്ല, രാസവളങ്ങൾ നിർത്തണം, കീടനാശിനികൾ നിർത്തണം, തടാകങ്ങൾ നികത്താൻ പാടില്ല. ഇങ്ങനെ മനുഷ്യനുമായി, അതായത് അവിടെ ജീവിക്കുന്നവരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ചില പ്രശ്നങ്ങൾ ആ കാലത്ത് കർഷകർക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുക എന്ന് തന്നെ ചെയ്തത്. അത് വലിയ എതിർപ്പിലേക്കും പോയി. അതുകൊണ്ടാവാം പുതിയൊരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനാവാം ഉണ്ണി തുടങ്ങിയപ്പോൾ സംസാരിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാഡ്ഗിൽ കമ്മിറ്റി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞതും ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാവും. വേറൊരു വലിയ ഡിസ്കഷനിലേക്ക് ഇത് മാറും. പ്രത്യേകിച്ച് ഇത്രയും ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സമയത്ത് നിൽക്കുമ്പോൾ നമ്മൾ വേറെ ചർച്ചകളിലേക്ക് പോകുന്നത് അത്ര ഒരു നല്ല ലക്ഷണമല്ല. രക്ഷാപ്രവർത്തനത്തിന് തന്നെ ഒരുപക്ഷെ ബാധിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയേക്കാം. അതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ വരുമ്പോഴും നമുക്കിത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. നമ്മളതിന് മാറ്റി വെച്ചിട്ടൊരു ചർച്ച അത് ശരിയല്ലല്ലോ. നമ്മളിപ്പോൾ August 5 ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ദീപിക പത്രത്തിൽ കർഷകരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണല്ലോ ദീപിക പത്രം മുൻപോട്ട് വരുന്നത്. അവർ കുറച്ച് ആശങ്കകൾ അവരുടെ എഡിറ്റോറിയൽ പേജിലുണ്ട്. അതുകൂടെ ഞാനൊന്ന് പറയാം. ഞാൻ ഈ വായിച്ചുമായി കണക്ട് ചെയ്ത് തന്നെയാണ് ആ വാർത്തകൾ വരുന്നത്. കേരളത്തിൽ 22 താലൂക്കിലെ
504 വില്ലേജുകളെ പൂർണ്ണമായും 16 താലൂക്കിലെ 474 വില്ലേജുകളെ ഭാഗികമായും പരിസ്ഥിതി ലോലമായ പ്രദേശമായി ഈ റിപ്പോർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, മലമേഖലയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആശങ്ക. അവിടെ അവരെഴുതിയിരിക്കുന്നതാണ് മനുഷ്യവാസം അസാധ്യമാക്കുന്നു. ഈ റിപ്പോർട്ട് വന്നാൽ മനുഷ്യവാസം അവിടെ സാധ്യമല്ല എന്നാണ് അവരുടെ ആശങ്ക. 1. 2, 50% വൈദ്യുതി പദ്ധതികളും ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ വൈദ്യുതി പദ്ധതികളൊക്കെ ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. പിന്നെ കൃഷി നിരോധിക്കേണ്ടി വരും. നമ്മൾ മുകളിൽ വായിച്ചതുമായി ബന്ധപ്പെടുത്തിയല്ല, ഓവർ റീഡിംഗ് ആണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. വൈകാരികമായിട്ട് കൺക്ലൂഡ് ചെയ്തേക്കാണ്. കൃഷി പാടില്ല, മനുഷ്യവാസം പാടില്ല, പിന്നെ നെൽകൃഷി, കപ്പ, കുരുമുളക് ഇവയൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല. റോഡ് അറ്റകുറ്റപ്പണി, നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനപ്രതിനിധി സഭകളായ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ പ്രാമുഖ്യം നൽകണമെങ്കിലും അവരുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കേണ്ടതെന്ന് കമ്മിറ്റി പറയുന്നെങ്കിലും അങ്ങനെ അല്ല സംഭവിച്ചെന്നുള്ള ഒരു ഒരു ചൂണ്ടിക്കാണിക്കലും പത്രം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനകത്തെ ആശങ്കകൾ യഥാർത്ഥത്തിൽ പരിഹരിക്കുക തന്നെ വേണം, തീർച്ചയായിട്ടും. പക്ഷേ അതിനെ വായിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിവൈകാരികമായി കൺക്ലൂഷനിലെത്തുന്ന ഈ തരത്തിലുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകൾ കാണുമ്പോഴാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണെങ്കിലും അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, ഇപ്പോൾ നമ്മൾ നേരത്തെ നിർദ്ദേശങ്ങൾ വായിച്ചപ്പോൾ ഉള്ളതിലാണെങ്കിലും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ആ പ്രദേശവാസികളായ ആളുകളോട് ചർച്ച ചെയ്ത്, തദ്ദേശ സ്വയംഭരണം അവിടുത്തെ ലോക്കൽ ബോഡിയായിട്ട് ഡിസ്കസ് ചെയ്ത്, പരിസ്ഥിതി പ്രവർത്തകരുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഇങ്ങനെയുള്ള കുറേ ഡിസ്കഷൻ സാധ്യതകൾ പറയുന്നുണ്ട്. അതൊന്നും പത്രത്തിൻ്റെ ചർച്ചയിൽ വരുന്നില്ല. ഇത് നമുക്ക് പിന്നീട് ഒരു ചർച്ച ചെയ്യേണ്ടി വരും. മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചർച്ച നമുക്ക് ചെയ്യാം. അതിൽ ഇത്തരത്തിൽ കാര്യം കൃത്യമായി അവതരിപ്പിക്കാതെ വലിയ വൈകാരികമായ വിക്ഷോഭം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള എഴുത്തുകൾ വരികയും, എന്താണ് നാം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ അടിക്കടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ 2018 വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം കേരളത്തിലെ ഓരോ വർഷവും കാത്തിരിക്കുകയാണ് കുറേ പേരില്ലാതെയാവാനും, കുറേ പേരുടെ കിടപ്പാടം നഷ്ടപ്പെടുവാനും, അനാഥരാകുവാനും ഒക്കെയുള്ള നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ വസ്തുനിഷ്ഠമായി കാണാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചതുപോലെ പുതിയ ടൗൺഷിപ്പ് വരുമ്പോൾ എവിടെ പണിയുമെന്നുള്ളത് പോലും നമ്മൾ അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ മുണ്ടക്കൈ പ്രദേശത്തൊക്കെ ജീവിച്ചിരുന്ന, കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളെ അവരെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കൃഷിക്ക് വലിയ സാധ്യതകൾ ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോയാൽ, ഒരുപക്ഷെ ഒരു നഗരത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ എല്ലാ ദിവസത്തെയും റൊട്ടീൻ അടക്കം കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ദിവസം മാറുകയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ തുടങ്ങും. സ്വാഭാവികമായും അവിടെ ലഹരിയുടെ കടന്നുവരവുണ്ടാവും, കുടുംബം ശ്രദ്ധിക്കാത്ത അവസ്ഥ, കുടുംബങ്ങൾ ശിഥിലമാവുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഇവരെ എവിടെ കൊണ്ടുപോയി പുനരധിവസിപ്പിക്കും? ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത് പ്രകാരം പുതിയ നിർമ്മാണങ്ങൾ സാധ്യമല്ലാതെ വരുമ്പോൾ ഇവരെ നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ടൗൺഷിപ്പ് എവിടെയാണ് പണിയപ്പെടുന്നതെന്ന് എനിക്കൊരു വലിയൊരു ആശങ്കയുണ്ട്. കാരണം ഇത് മുഴുവൻ സെൻസിറ്റീവായ ഏരിയ ആണ്. പുതിയൊരു ടൗൺഷിപ്പ് ആയാൽ അതും എന്തായാലും ഇതിനെ ബാധിക്കും. അല്ലെങ്കിൽ ആ പ്രദേശത്തെ പാടില്ല. പുത്തുമല അവിടുന്ന് കുറച്ച് മാറിയിട്ടേ ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുതിയൊരു ടൗൺഷിപ്പ് എവിടെയാണ്? ശരിക്കും അതിനെ അതുപോലെ പകർത്തുകയാണോ ചെയ്യേണ്ടത്? ഇനിയും നാം മുൻപോട്ട് ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഒരു ഭാവിയെ കൂടെ കണ്ട് കൂടുതൽ മനുഷ്യ ഇടപെടൽ പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന ഒഴിവാക്കി വേണ്ട പകരത്തിന് പകരമാണോ ചെയ്യേണ്ടതെന്നുള്ളൊരു ആശങ്ക എനിക്കുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊരു ബോധവാന്മാരാവേണ്ടതുണ്ട് സ്വയം. പക്ഷെ നമ്മുടെ ആശങ്കകളെ പരിഹരിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുകയും വേണം. പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും മുകളിൽ വായിച്ച ആശങ്കയൊക്കെ യഥാർത്ഥമായി കൃത്യമായ എക്സ്പ്ലനേഷനിലൂടെ അത് മാറ്റേണ്ടതാണ്. അപ്പം ജനങ്ങൾ ബോധവാന്മാരാകുക. കാരണം 2010 മുമ്പുള്ള ജനതയല്ല ഇന്ന്. ഭീതിയോടുകൂടിയാണ് ഓരോ മഴക്കാലത്തും ഭീതിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ് കേരളത്തിൽ നിന്ന്. കേരളത്തിൽ എവിടെയാണ് എനിക്ക് തോന്നുന്നു ഇടനാട്ടിൽ മാത്രമാണെന്ന് തോന്നുന്നു ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. മലനാട്ടിലും ഈ കോസ്റ്റൽ ഏരിയയിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ കൊച്ചിയിലെ ജീവിതമൊക്കെ മഴ പെയ്യുമ്പോൾ 2 വർഷം മുമ്പ് ഉണ്ണിയൊക്കെ ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളം കയറുമോ അത് ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഈ സാധാരണക്കാരെയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവിടെ ഭൂമി വാങ്ങിയിട്ടിട്ടോ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളെ എത്രമാത്രം ബാധിക്കുന്നില്ല. സാധാരണക്കാർ ഈ മണ്ണിനോടും ഈ ചെളിയോടും വെള്ളത്തോടും മല്ലടിക്കുന്ന ജീവിതങ്ങളെ പറിച്ചെറിയാൻ പ്രകൃതി ദുരന്തങ്ങൾക്ക് കഴിയും. അത് വലിയൊരു ഇമോഷണൽ തിങ്ങിലൂടെയാണ്. അപ്പോൾ നമ്മൾ അതിനൂടെ പരിഗണിക്കുമ്പോൾ മുൻപോട്ട് ഭാവിയിൽ ഇത്തരത്തിലൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ, അല്ല ഉണ്ടായാൽ
അതിൻ്റെ ആഘാതത്തെ കുറയ്ക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് തോന്നുന്നു ആ രണ്ടാമത് പറഞ്ഞതായിരിക്കും നമുക്ക് കൂടുതൽ സാധ്യമായിട്ടുള്ളത്. ദുരന്തം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇനി വരാനിരിക്കുന്ന ഉരുൾപൊട്ടലുകൾ, ഇനി വരാനിരിക്കുന്ന വെള്ളപ്പൊക്കങ്ങൾ, അതിൻ്റെയൊക്കെ ആഘാതം എങ്ങനെ കുറയ്ക്കാം, അതിലെ മനുഷ്യനഷ്ടം എത്ര കുറയ്ക്കാം. സ്വത്തുക്കൾ ആളുകളുടെ നഷ്ടപ്പെടുന്നു, ഇത്ര കോടിയുടെ നഷ്ടം എന്ന് പറയുന്നു, ഇത്രയും മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെടുന്നു, 300-ലധികം മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. 300 പേർ നിരന്നു നിൽക്കുമ്പോൾ എത്ര വലിയൊരു ഏരിയ ആണെന്ന്. അത്രയും ആളുകൾ നമുക്ക് നഷ്ടമാകുന്നു. ആ ദുരന്തത്തിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. ഈ പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് അടക്കമുള്ള പരിസ്ഥിതി നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇനിയും കേട്ടിട്ടില്ലെങ്കിൽ, ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മൾ ഈ മനുഷ്യനാശത്തിൻ്റെ എണ്ണം കൂടുതൽ പറയേണ്ടി വരും. പലരും പറയുന്നത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ്. പക്ഷേ കിടപ്പാടം അടക്കം ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് മുൻകൂട്ടി കാലേ കൂട്ടി ഒരു നടപടി കൈക്കൊള്ളേണ്ടതാണ്. ഈ ദുരന്തങ്ങളെ നിരന്തരം അഭിമുഖീകരിക്കുന്ന ഒരു ജനതയായി മാറിക്കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഓരോ വർഷവും മഴക്കാലമാകുമ്പോൾ വയനാട്ടിലെയും മൂന്നാറിലൊക്കെയുള്ള ഓരോ ജനങ്ങളും ഓരോ കുടുംബങ്ങളും ഭീതിയോടുകൂടി അല്ലാതെ ഉറങ്ങാൻ സാധിക്കില്ല. അപ്പം അകറ്റി നിർത്തുന്ന തരത്തിലേക്കാവാതെ ഈ റിപ്പോർട്ടുകളൊക്കെ വേണ്ടവണ്ണം നമ്മളെല്ലാ സന്നദ്ധ പ്രവർത്തകരൊക്കെ മനസ്സിലാക്കുകയും സർക്കാരുകൾ നമുക്കതിനുള്ള താങ്ങും തണലുമായി നമുക്ക് ധൈര്യപ്പെടുത്താനുള്ള ഒരു റോള് എടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് മുൻപോട്ട് ഇതിൻ്റെ ആഘാതം കുറയ്ക്കും. ഉണ്ണി പറഞ്ഞതുപോലെ അഥവാ ഉണ്ടായാൽ അതിന് ആഘാതം കുറയ്ക്കും. സത്യത്തിൽ ചില വാർത്തകൾ വരുന്നത് ഈ ഭാഗത്തൊന്നും, അതായത് ചൂരൽമലയെക്കുറിച്ച് ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അന്നേ ആളുകൾ ഇതിനെക്കുറിച്ച് ബോധേടാണ്. ഈ ഭാഗം ജനവാസത്തിന് അത്ര യോഗ്യമല്ല എന്നാണ് ഒരു തരത്തിലുള്ള വാദഗതി മുൻപോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടൗൺഷിപ്പൊക്കെ പണിയുന്നത് ഒഴിവാക്കി വലിയ 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 പട്ടണങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു കരുതൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതെ, അവരുടെ ജീവിത അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടാക്കാതെ അല്ലെങ്കിൽ അതിൽ വലിയ ചേഞ്ച് വരാതിരിക്കുകയും വേണം. എന്നാൽ നമ്മൾ വീണ്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ വീണ്ടും എന്താ പറയുക, അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും നോക്കി ബാലൻസ് ചെയ്തിട്ട് വേണം. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടാണെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഇങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന ഏറ്റവും നല്ല അവസരം ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് ചർച്ചയ്ക്ക് വെക്കണ്ടെന്ന് പറയുന്നതിനേക്കാൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണം. അതെ, ചർച്ച ചെയ്തിട്ട് ഉണ്ണി പറഞ്ഞ ഒരു വാക്ക് ചേർക്കണം, ബാലൻസ്ഡ് ലൈഫ് ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരോ ഈ സെയിം വാക്ക് ഉപയോഗിച്ചു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇങ്ങനത്തെ ഡിസ്കഷൻ വന്നപ്പം ഫേസ്ബുക്കിൽ ഒരാളുടെ കമൻറ്റ്, ആമസോൺ കാടുകളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇത് നമ്മളിങ്ങനെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനോട് ചേർത്ത് വെക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ലോകമെമ്പാടും സുസ്ഥിരമായ വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആഘാതം കുറച്ചുകൊണ്ട് നമുക്ക് പ്രകൃതി ഒരു ദുരന്തമായി മാറാത്ത സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ റിപ്പോർട്ടുകളാണെങ്കിലും ഇതിനെക്കുറിച്ച് മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറിപ്പുകൾ, അതൊക്കെ ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും. കാര്യം ഇന്നിപ്പോൾ നമ്മൾ വളരെ അലേർട്ടായിരിക്കുന്ന സമയമാണ്. നാളെ മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ മുന്നറിയിപ്പുകൾ വരുമ്പോൾ അത് നമ്മൾ മറന്നുപോയത്. അപ്പോൾ സുസ്ഥിരമായ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളിപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ചില ആളുകളെങ്കിലും വിചാരിക്കും നമ്മൾ ഈ പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാത്രം മുന്നിൽ കണ്ടാണ് സംസാരിക്കുന്നതെന്ന്. അങ്ങനെയല്ല. നമ്മൾ മനുഷ്യനെ കുറിച്ചുകൂടി, മനുഷ്യൻ്റെ അവിടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ വാക്കുകളും സംസാരിക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചയോട് അവസാനിക്കുകയല്ല, നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വയനാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും അത് നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളോട് യോജിക്കാം, വിയോജിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം മുൻപോട്ടുള്ള ചർച്ചകൾ നിങ്ങൾ ഒരുമിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.